സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സുവിശേഷം എന്നുള്ള പ്രയോഗം, ആ വാക്ക് നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം നല്ല വിശേഷം, നല്ല വാർത്ത എന്നാണ്. ഏത് നല്ല വാർത്തയും സുവിശേഷം എന്ന് വിളിക്കാമെങ്കിലും ബൈബിളിൽ സുവിശേഷം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിരിക്കുന്നൊരു വിശേഷം തന്നെയാണ്. എന്നാൽ സുവിശേഷം എന്നുള്ള പേരിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തും ക്രിസ്തീയ പ്രസംഗങ്ങളിലൂടെയും കേൾക്കുന്നതെല്ലാം നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിനെന്ന് കർത്താവായ യേശു കൽപ്പിച്ച സന്ദേശമല്ല. ഒരുപക്ഷെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ചില ആശ്വാസ വചനങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെയും ഇന്ന് സുവിശേഷം എന്ന് വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല വാർത്തയാണ്. എങ്കിലും നിങ്ങൾ സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ച സന്ദേശം അതല്ല. മറ്റിടങ്ങളിൽ നാം കേൾക്കുന്ന സന്ദേശം രോഗികളായിരിക്കുന്ന ആളുകൾ കടന്നു വരിക, നിങ്ങളുടെ രോഗത്തിന് കർത്താവായ യേശുക്രിസ്തു സൗഖ്യം നൽകുമെന്നുള്ള സന്ദേശമാണ്. തീർച്ചയായിട്ടും അത് കേൾക്കേണ്ട സന്ദേശമാണ്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന സന്ദേശമാണ്. യേശുക്രിസ്തുവിന് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് രോഗികളെ സൗഖ്യമാക്കാനല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷ പ്രസംഗത്തിൻ്റെ പിൻബലമായി അതിൻ്റെ പിന്നാലെ അവർ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവും പ്രസംഗിച്ചു, അതോടൊപ്പം തന്നെ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്ന വാസ്തവത്തിൽ രോഗസൗഖ്യം നൽകും എന്നുള്ള സന്ദേശമല്ല. മറ്റൊരു ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അവരുടെ ജീവിതത്തിലെ മറ്റു തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളാണ്. സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ, ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തി വിരോധങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സന്ദേശങ്ങളെ ആണ് പലപ്പോഴും സുവിശേഷം എന്നുള്ള പേരിൽ
ആളുകൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ബൈബിളിലെ സുവിശേഷം? നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിനെന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ കർത്താവ് എന്ത് സന്ദേശമാണ് തൻ്റെ ശിഷ്യന്മാരോട് പ്രസംഗിക്കാനായി കൽപ്പിച്ചത്? ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആധാരമായി നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ് പറയാണ്, എൻ്റെ സുവിശേഷം ഇതാണ്. ഒരുപക്ഷെ മറ്റു പലരും പലതരത്തിൽപ്പെട്ട സുവിശേഷം പ്രസംഗിക്കുന്ന ഈ കാലത്ത് പൗലോസിൻ്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുകയാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു, അവനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷം വാസ്തവത്തിലൊരു ആശയമല്ല, മറിച്ചൊരു വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവും അവനെ സംബന്ധിച്ചതുമായിരിക്കുന്ന വാർത്തയാണ് ശരിക്കും സുവിശേഷം എന്ന് പറഞ്ഞാൽ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ വാക്യത്തിൽ, പൗലോസ് ഈ പറഞ്ഞ വാക്യത്തിൽ വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തൊക്കെയാണ് അവ എന്ന് നമുക്ക് നോക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്നാമത് ഈ വാക്യത്തിൽ പറയുന്ന സത്യം, യേശുക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണ്. ദാവീദ് ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എക്കാലത്തെയും അനുഗ്രഹീതനായ അല്ലെങ്കിൽ ബഹുമാന്യനായിരിക്കുന്ന രാജാവാണ് ദാവീദ്. ഇനി ഭാവിയിലും ദാവീദ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നാണ് യഹൂദന്മാർ കരുതുന്നത്. ബൈബിളിലെ പ്രവചനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന ആ ചരിത്ര പുരുഷൻ്റെ സന്തതി എന്നുള്ള അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, യേശുക്രിസ്തു ദാവീദിൻ്റെ മകനാണ് എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തു ദാവീദ് എന്ന് പറയുന്ന ആ ഇസ്രായേലിലെ രാജാവിൻ്റെ കുലത്തിൽ, ആ കുടുംബത്തിൽ പിറന്നവനാണ്. ദാവീദിൻ്റെ സന്തതി എന്ന് ഒരു യഹൂദൻ പറയുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് കാലാകാലങ്ങളായി അവർ നോക്കിയിരിക്കുന്ന, കാലാകാലങ്ങളിലായി ദൈവം അയക്കുമെന്ന് പറഞ്ഞ അവരുടെ മശിഹയെക്കുറിച്ചാണ് അവർക്ക് മനസ്സിലാകുന്നത്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, അപ്പോൾ ഈ കാര്യം വ്യക്തമാകുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. യഹൂദന്മാരോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്. ഉടൻ യഹൂദന്മാർ പറയുകയാണ്, ദാവീദിൻ്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ അല്ലെങ്കിൽ മശിഹ, ഈശോ മശിഹ അല്ലെങ്കിൽ മശിഹ എന്നുള്ള വാക്കാണ്. മശിഹ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ ഒന്നടങ്കം മറുപടി പറഞ്ഞു, അവൻ ദാവീദ് പുത്രനാണ്. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന യേശുക്രിസ്തു മശിഹയാണെന്ന് അംഗീകരിക്കാത്തവർ പോലും മശിഹ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അവർ പറയും, അവൻ ദാവീദ് പുത്രനാണ്. മാത്രമല്ല, മറ്റൊരു സമയത്ത് യേശുക്രിസ്തുവിനെ ഓശാന പാടി ആ ജെറുസലേമിലേക്ക് ആനയിച്ച ആളുകൾ പാടിയതും അങ്ങനെ തന്നെയാണല്ലോ. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞ്, മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്: മുന്നും പിന്നും നടക്കുന്ന പുരുഷാരം, ദാവീദ് പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ മശിഹയായി അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അവർ ഓശാന പാടി യേശുക്രിസ്തുവിനെ ആ യെരുശലേമിലേക്ക് അങ്ങനെ ആനയിച്ചത്. പിന്നെ അതുകൊണ്ട് യേശുക്രിസ്തു ആരാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ഒരു സത്യം, ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹയാണ് അഥവാ രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ദാവീദിൻ്റെ സന്തതി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, ലോകത്തിലേക്ക് ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി മനുഷ്യനെ രക്ഷിക്കുവാനായി, മനുഷ്യനെ വീണ്ടെടുക്കുവാനായി അയച്ച മശിഹ അഥവാ രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. യഹൂദന്മാരും തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചിരുന്നു. മത്തായി എന്ന സുവിശേഷകൻ തൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ വംശാവലി ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. മത്തായി എന്നിവ സുവിശേഷകൻ മുഖ്യമായിട്ടും തൻ്റെ അനുവാചകരായി താൻ മുൻകണ്ടിട്ടുള്ളത് യഹൂദന്മാരാണ്. യഹൂദന്മാർ കാലാകാലങ്ങളായി നോക്കിയിരുന്ന അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന, ദാവീദിൻ്റെ സന്തതിയായിരിക്കുന്ന ആ യേശുക്രിസ്തു അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ, അവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പഴയ നിയമത്തിൽ പറയുന്ന വ്യക്തിയാണെന്ന് മാത്രമല്ല, ദാവീദിൻ്റെ സന്തതി അഥവാ മശിഹയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മത്തായി സുവിശേഷകനും ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ലോകത്തിലേക്ക് അയച്ച സാക്ഷാൽ രക്ഷകനാണ് അഥവാ മശിഹയാണ് കർത്താവായ യേശുക്രിസ്തു എന്നാണ് പൗലോസ് ആ പ്രസ്താവന പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൗലോസിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പൗലോസ് പ്രസംഗിച്ചത് യേശു മശിഹയാണ്, യേശു രക്ഷകനാണ് എന്നാണ്. മാത്രമല്ല, ആ പ്രസ്താവനയിൽ മറ്റൊരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ദാവീദ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മനുഷ്യനാണ്, ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ്. സെക്കുലർ ഹിസ്റ്റോറിയൻസ് പോലും അംഗീകരിച്ച യഹൂദന്മാരുടെ രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവും വാസ്തവത്തിൽ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന തെളിവാണ് യേശു ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വാസ്തവത്തിൽ ദൈവമായിരിക്കെ ഈ ലോകത്തിലേക്ക് സാക്ഷാൽ മനുഷ്യനായി വന്നു. അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന സാക്ഷാൽ രക്ഷകനാണ്. കാലാകാലങ്ങളായി യഹൂദന്മാർ നോക്കിയിരുന്ന ദൈവം അയച്ചിട്ട് ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ്, അവൻ മനുഷ്യനാണ് എന്നുള്ള സത്യം ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ കാലത്ത് തന്നെ പ്രചരിച്ച ഒരു ദുരുപദേശം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് ഒരിക്കലും ജഡം സ്വീകരിക്കാൻ സാധ്യമല്ല, അവൻ മനുഷ്യ വേഷത്തിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ, അവൻ മനുഷ്യനായി തീർന്നിട്ടില്ല. ഇന്നും അങ്ങനെയുള്ള ചില തെറ്റായിരിക്കുന്ന ആശയങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും പ്രചരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അത് യാഥാർത്ഥ്യമല്ല, അവൻ മനുഷ്യൻ്റെ ആകൃതിയിൽ വന്നു, മനുഷ്യ വേഷത്തിൽ വന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇക്കാലത്ത് ഉണ്ടെന്നുള്ളത് വാസ്തവത്തിൽ അതിശയകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പൗലോസ് പറയുന്നത് ദാവീദ് എന്ന് പറഞ്ഞ ചരിത്ര പുരുഷനായിരിക്കുന്ന ഇസ്രായേലിന്റെ രാജാവിൻ്റെ കുടുംബത്തിൽ പിറന്ന സാക്ഷാൽ മനുഷ്യനായി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു, ജഡം സ്വീകരിച്ച് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി വന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ പൗലോസ് പറയുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച യേശുക്രിസ്തു, പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ചവനാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. കന്യകാമറിയമിലൂടെ അവൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി പിറന്നു. 33.5 വയസ്സ് ഈ ലോകത്തിൽ നമ്മെപ്പോലൊരു മനുഷ്യനായി പാപമൊഴികെ നമ്മുടെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളും സകല പ്രയാസങ്ങളും സകല പ്രലോഭനങ്ങളും നേരിട്ട് ഈ ലോകത്തിൽ ജീവിച്ച ഒരു ചരിത്ര പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് വളരെ പ്രസക്തമായിരുന്ന കാര്യമാണ്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു ആശയമല്ല, അത് വാസ്തവത്തിൽ ഒരു മിത്തല്ല. പലപ്പോഴും യേശുവിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചൊക്കെ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അതൊക്കെ ഒരു പുരാണമാണ്, തെളിവുകൾ അന്വേഷിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം കേവലം വിശ്വാസങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങളാണ്. ബൈബിളിലൂടെ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു അതൊരു ചരിത്ര പുരുഷനാണ്. സെക്കുലർ ഹിസ്റ്ററിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനായി വന്ന കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള കാര്യവും നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. മൂന്നാമത് ഈ വാക്യത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്ന കാര്യം, അങ്ങനെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശുക്രിസ്തു ജനിച്ച് മരിക്കുക മാത്രമല്ല, ലോകത്തിലെ അനേക മഹാന്മാർ അല്ലെങ്കിൽ എല്ലാ മഹാന്മാരും മരിച്ച് അവരുടെ ചരിത്രം അവസാനിക്കുമ്പോൾ മരിച്ചിട്ടും ചരിത്രം അവസാനിക്കാതെ ചരിത്രം തുടരുന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ലോകത്തിൽ നമുക്കറിയാവുന്ന ഒരുപാട് മഹാന്മാരായ മനുഷ്യരുണ്ട്. ലോകത്തിലെ മനുഷ്യർക്ക് നന്മ ചെയ്ത പല നിലകളിൽ സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയും മറ്റനേക കാര്യങ്ങളിലൂടെയും ലോകത്തിലെ മനുഷ്യരെ മുന്നോട്ട് നയിച്ച, അവരെ നവീകരിച്ച ഒരുപാട് നേതാക്കന്മാരെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചും നമുക്കറിയാം. എന്നാൽ അവരൊക്കെ മരിച്ച് മൺമറഞ്ഞു പോയി. കർത്താവായ യേശുക്രിസ്തു മാത്രം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവൻ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു മരിച്ചവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ജനിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവപുത്രനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൻ്റെ പല തെളിവുകളിൽ ഏറ്റവും ശക്തമായ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ മരണത്തെ വിട്ട് എഴുന്നേറ്റു, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു ഒന്നാന്തരം തെളിവാണ്. യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിൽ കണ്ടേക്കാം. യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ചരിത്ര വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റും കണ്ടേക്കാം. എന്നാൽ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് പറയുമ്പോൾ യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ യേശുവിനെ സംബന്ധിച്ചുള്ള പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യൻ മാത്രമല്ല, താൻ സാക്ഷാൽ ദൈവമാണ്. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്
താൻ ഈ ഭൂമിയിൽ വന്ന സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതിൻ്റെ ശക്തമായിരിക്കുന്ന തെളിവാണ്. യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. കർത്താവായ യേശുക്രിസ്തു അഥവാ ഈശോ മശിഹ, രക്ഷകനായ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി കുരിശിൽ പീഡകൾ സഹിച്ച് മരിച്ച് 3-ാം ദിവസം മരണത്തെ പരാജയപ്പെടുത്തി പാപത്തിൻ്റെ ശിക്ഷകളിൽ നിന്നും എന്നേക്കുമായി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ തക്കവണ്ണം താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു രക്ഷകനാണ്, സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമായി പറഞ്ഞത്. മരിച്ചിട്ട് ഉയർത്തവൻ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതിയ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്നൊരു സംശയമല്ല താനിൽ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം അത് യാഥാർത്ഥ്യമാണ്, നിങ്ങളുടെ വിശ്വാസത്തിനും നല്ല അടിസ്ഥാനമുണ്ട്, ഉറപ്പേറിയ വിശ്വാസമാണ് എന്നുള്ള കാര്യമാണ് പൗലോസ് ആ പ്രയോഗത്തിലൂടെ തൻ്റെ അനുവാചകരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമാണ്. ഇന്ന് ലോകത്തിലെ പല മനുഷ്യരും യേശുക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് മറ്റൊരു നിലകളിലാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് ക്രിസ്തീയ വിശ്വാസികളുടെ ഹൃദയത്തിൽ കർത്താവ് ഉയർത്തുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു കേവലമായ അന്ധവിശ്വാസം, യേശു ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കെട്ടുകഥയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും കണ്ടേക്കാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ് എന്നുള്ള കാര്യം സെക്കുലർ ഹിസ്റ്ററിയിലൂടെ തന്നെ ഇന്ന് തെളിയിക്കത്തക്ക നിലയിൽ നമുക്ക് ധാരാളം തെളിവുകൾ ഇന്ന് അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന സത്യവും നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ബൈബിളിൽ മാത്രമല്ല, ബൈബിളിന്റെ വെളിയിലും നമുക്ക് ഇന്ന് ധാരാളം തെളിവുകളെ കണ്ടെത്താൻ സാധിക്കും. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പല മനുഷ്യരും അവർ കണ്ടെത്തിയ സത്യം എന്ന് പറയുന്നത് യേശു വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റു. ലീ സ്ട്രോബൽ എന്ന് പറയുന്ന ഒരു അന്വേഷണ പത്രപ്രവർത്തകൻ തൻ്റെ ഭാര്യയെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ആ ക്രിസ്തീയ വിശ്വാസം തൻ്റെ ഭാര്യയെ മടക്കിക്കൊണ്ടുവരണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമല്ല, അത് കേവലം ഒരു കെട്ടുകഥയാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി താൻ ആ വിഷയത്തെക്കുറിച്ച് പരിവേഷണം നടത്തി. ഒടുവിൽ സംഭവിച്ചതെന്നറിയാമോ? ആ വ്യക്തി ഒരു ക്രിസ്തീയ വിശ്വാസിയായി മാത്രമല്ല ഒരു ഉറച്ച വിശ്വാസിയായി മാറി. താൻ യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതി. താൻ എഴുതിയ പുസ്തകമാണ് ദ കേസ് ഫോർ റിസറക്ഷൻ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ചരിത്രപരമായിരിക്കുന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ട് താൻ തെളിവ് നിരത്തുന്ന പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം ഒരു ചരിത്ര സംഭവമാണെന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കേവലം ഒരു പ്രസ്താവനയല്ല, ക്രിസ്ത്യാനികളുടെ വിശ്വാസമല്ല, മറിച്ച് അതും ഒരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവമാണ് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. കർത്താവായ യേശുക്രിസ്തു അഥവാ മശിഹ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നു. അവൻ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പാപികളെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. മരണത്തിനെ അവന് പിടിച്ചു വെക്കാൻ സാധ്യമായിരുന്നില്ല. അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: മരണപാശങ്ങൾക്ക് അവനെ അങ്ങനെ കെട്ടി നിർത്താൻ അല്ലെങ്കിൽ അവനെ ബന്ധിച്ചു നിർത്താൻ സാധിച്ചില്ല. മരണപാശങ്ങളെ അഴിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് എൻ്റെ സുവിശേഷം. മാത്രമല്ല, ഒരു വാക്കുകൂടെ അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നത്: 3-ാമത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഈ യേശുക്രിസ്തുവിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ കേവലം നമ്മളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണം എന്നല്ല. നമുക്കറിയാം, ലോകത്തിലെ ക്രൈസ്തവർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ വർഷത്തിലൊരിക്കൽ യേശുക്രിസ്തുവിനെ മരണ അടക്കൽ പുനരുദ്ധാനങ്ങൾ ഓർക്കാറുണ്ട്. ദുഃഖവെള്ളി എന്നും ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ഒരു ഓർമ്മയാചരണം, അവരങ്ങനെ പള്ളികളിലും ദേവാലയങ്ങളൊക്കെ പല ചടങ്ങുകളൊക്കെ നടത്തി ചില ആചാരങ്ങളിലൂടെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ അടക്കലിനെ, യേശുവിൻ്റെ മരണത്തെയും യേശുവിൻ്റെ അടക്കലിനെയും യേശുവിൻ്റെ പുനരുദ്ധാനത്തെയും ഓർക്കാറുണ്ട്. ആ നിലയിൽ ഓർക്കണമെന്നല്ല പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കിയത്. നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ്, മശിഹയാണ്. മാത്രമല്ല, അവൻ മരിച്ചത് പാപിയായിരിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കണം. അത് മനസ്സിലാക്കി വിശ്വസിക്കണം. സ്വന്തം പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് സ്വന്തം പാപത്തിന് പരിഹാരം വരുത്താൻ മറ്റു യാതൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഏകവും പര്യാപ്തവുമായിരിക്കുന്ന ബലിമരണത്തിൽ
പാപത്തിൻ്റെ മോചനത്തിനായി വിശ്വാസം അർപ്പിക്കണം, അതിൽ മാത്രം വിശ്വസിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആ പ്രസ്താവനയോട് അർത്ഥമാക്കിയത്. കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കണം എന്നല്ല, മറിച്ച് അങ്ങനെ ജനിച്ച് മരിച്ച യേശുക്രിസ്തുവിനെ തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ രക്ഷകനായിട്ട് മറ്റാരുമില്ല, രക്ഷയ്ക്കായി മറ്റൊരു മാർഗവുമില്ല. കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അവന്റെ കാൽവരി കുരിശിലെ ബലിമരണമല്ലാതെ പാപമോചനത്തിന് മറ്റൊരു മാർഗവുമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വാസ്തവത്തിൽ ആ പ്രയോഗങ്ങൾ അർത്ഥമാക്കിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരുപക്ഷെ പല വസ്തുതകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. യേശു ഒരു ചരിത്ര പുരുഷനെന്ന് മനസ്സിലാക്കിയവരായിരിക്കാം, യേശു ദാവീദിന്റെ മകനായി ജനിച്ചവരാണെന്ന് മനസ്സിലാക്കിയ ആളായിരിക്കാം, യേശുക്രിസ്തു വാഗ്ദത്തം മശീഹാണെന്ന് മനസ്സിലാക്കിയവരായിരിക്കാം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരു പക്ഷേ സമ്മതിക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ ചരിത്ര സംഭവങ്ങളുടെ അംഗീകരണം കൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരം വരികയില്ല. ഇന്ന് ലോകത്തിലെ ക്രൈസ്തവരെല്ലാം ഞാൻ ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ ഒരുപക്ഷെ ബൗദ്ധികമായി അംഗീകരിക്കുന്നവരാണ്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ ചരിത്ര സത്യങ്ങൾ അല്ലെങ്കിൽ ആ ഫാക്റ്റുകളെ അംഗീകരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരം വരികയില്ല. മറിച്ച് ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായ ദുഃഖത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ മാത്രമേ പാപത്തിൻ്റെ മോചനമുള്ളൂ, അവിടെ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് ഇതുവരെ ചെയ്തു വന്ന പാപത്തിൻ്റെ പരിഹാരക്രിയകളും പാപത്തിൻ്റെ മോചനത്തിനായി ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും അവസാനിപ്പിച്ച് യേശുവിൻ്റെ കാൽവരി കുരിശിലെ ബലിമരണത്തിൽ മാത്രം വിശ്വസിച്ച് ആശ്രയിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് യേശുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ അഥവാ പാപമോചനം അഥവാ നിത്യജീവൻ അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമായുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ സംബന്ധിച്ച് ഇപ്രകാരം യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഈ ചരിത്ര സംഭവങ്ങളെ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവും വരുത്തുകയില്ല. മറിച്ച് മനസ്സിലായ സത്യങ്ങൾ നാം വിശ്വസിച്ച് അംഗീകരിക്കുമ്പോഴാണ് ആ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പാപമോചനം അഥവാ രക്ഷ നമുക്ക് സ്വന്തമാകുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നരകത്തിൽ പോകേണ്ട ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാനതിനെ സംബന്ധിച്ച് മാനസാന്തരപ്പെടുന്നു, ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് ദുഃഖിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ നീ ഏറ്റെടുത്തു എന്നും എൻ്റെ പാപത്തിന് പരിഹാരമായി നീ ആ കാൽവരി കുരിശിൽ എനിക്ക് പകരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എൻ്റെ ശിക്ഷകളെ മുഴുവനായി അവിടെ നിന്ന് ഏറ്റെടുത്തു എന്ന് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് വിശ്വാസത്താൽ ആത്മാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുമോ? അങ്ങനെ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കലേക്ക് വരും. കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുമോ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനായി എൻ്റെ ഏകനാഥനായി സ്വീകരിക്കുന്നെന്ന്? യേശു ആ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ രക്ഷകനും നാഥനുമായി കടന്നു വരും. യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, സകല പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ച് ദൈവവൈതലാക്കി തീർക്കും. വിശുദ്ധനെന്ന് ദൈവം നമ്മളെ പ്രഖ്യാപിക്കും, നിത്യമായിരുന്ന സ്വർഗത്തിൻ്റെ അവകാശികളാക്കി നമ്മളെ തീർക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ സ്വായത്തമാക്കുവാൻ എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും നന്ദി. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നീതി തന്നിറവേ, പാറ തന്നുറവേ, നീ മാത്രമെന്നിൽ വാഴേണം. നീതി തന്നിറവേ, പാറ തന്നുറവേ, നീ മാത്രമെന്നിൽ വാഴേണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാ ഒരുമയോടൊന്നായി. എന്താണ് സുവിശേഷം എന്ന് നാം വളരെ ലളിതമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. സുവിശേഷം ചെന്നിടത്തെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പലരുടെയും ജീവിതങ്ങൾ സുവിശേഷം നിമിത്തം രൂപാന്തരപ്പെട്ടു, അനുഗ്രഹത്തിലേക്ക് വരുന്നു. സുവിശേഷം ചെന്ന രാജ്യങ്ങൾ, സുവിശേഷം ചെന്ന സംസ്ഥാനങ്ങളെല്ലാം അനുഗ്രഹത്തിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ സുവിശേഷം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ
ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ സുവിശേഷ നിമിത്തം അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. സുവിശേഷം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും മാറ്റിമറിക്കുവാനായിട്ട് ഉതകുന്ന ഒന്ന് തന്നെയാണ്. യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച രക്ഷയാണ്. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ തൻ്റെ മേൽ ചുമത്തി ക്രൂശിൽ ഒഴുകിയതായിരിക്കുന്ന രക്തം, ആ രക്തം നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ വചനത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും, നിങ്ങളുടെ ജീവിതങ്ങൾ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ സുവിശേഷ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ അതിന് വലിയ വില കൊടുക്കുകയോ ഗവനിക്കാതെ നടന്നവരാണ്. എന്നാൽ യഥാർത്ഥ സുവിശേഷം എന്താണെന്നും സുവിശേഷം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾ കേട്ടതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തി അനേക നന്മകൾ പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഈ സുവിശേഷ സന്ദേശം എത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗത്തിൻ്റെ പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്, കടക്കിണിയിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ജീവിതങ്ങളിലേക്ക് ഈ സുവിശേഷ സന്ദേശം അവരെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഇടയാക്കി തീർക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായി നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യം.